ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ കുറേ ആയിട്ടോ ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഒന്നാമത് എനിക്ക് ഓരോ തിരക്കും കാര്യങ്ങളും പിന്നെ വീഡിയോ എടുക്കാനും അങ്ങനെ ഒന്നിനും പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ജോലു ഉണ്ടായിരുന്ന സമയത്തുള്ള ഇതാണ്. ഇപ്പോൾ പോയിട്ട് ഏകദേശം ഒരു മാസമായി. പക്ഷേ ആ വീഡിയോ എനിക്കിപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു സമയം കിട്ടിയത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ 2 ദിവസത്തെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ ജുനു പോകുന്ന ദിവസത്തെയും പിന്നെ അതിന് മുന്നുള്ളൊരു ദിവസം. പിന്നെ പോകാൻ വേണ്ടിയിട്ട് ജുനുവിന് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചാണ് ടൗണിൽ പോയി. അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ. രാവിലെ എണീറ്റ സമയത്ത് ഇസുവിനെ മദ്രസക്ക് പറഞ്ഞയച്ച് പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ലീനിട്ട് രണ്ടാളും ഇങ്ങനെ ഇരിക്കുന്നു. ഉച്ചക്കുള്ള ഫുഡ് പുറത്തുനിന്ന് ആക്കാൻ വിചാരിച്ച്. അപ്പോൾ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇസു മദ്രസ് വിട്ട് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹെസുമോള് നല്ല ഡാൻസിൽ കളിയിലാട്ടോ. അപ്പോൾ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബോക്സിൽ. അതുകൊണ്ടാണ് അവളിങ്ങനെ കളിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ കടന്നോടത്തുനിന്ന് നീച്ച് പിന്നെ ജുനു പറഞ്ഞു ഞാനിപ്പോൾ വരാം, ആരെ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാട്ടോ ടൗണിക്ക്. അപ്പോൾ ഹെസുമോളും കൂടെ പോകണം. ഞാൻ പറഞ്ഞു പോവണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹെസുമോള് പോവുകയാണുണ്ടോ. അപ്പത്തിന് എനിക്ക് കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തിരുമ്പി പിന്നെ ഇസു മദ്രസ തൊട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ അപ്പത്തിന് വരാമെന്ന് പറഞ്ഞ് എന്നിട്ട് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ പോവാണ്. സാധനങ്ങൾ മേടിച്ചണം, അതേപോലെ തന്നെ ഫുഡ് കഴിച്ചണം കേട്ടോ. എനിക്കപ്പത്തിന് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ ഫുഡൊന്നും കാര്യമായിട്ട് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് കഴിച്ചാൽ വിചാരിച്ച് അപ്പോൾ പിന്നെ കൂടുതലൊന്നും കൂടി വിശപ്പ് കൂടിയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ പർച്ചേസ് ചെയ്യണ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു സമയത്ത് എന്തൊക്കെ ഇഷ്യൂ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ആ ഒരു ദിവസം ഞങ്ങളത് അങ്ങനെ പോയി. പിന്നെ പെരിന്തൽമണ്ണ കൂടെ പിന്നെ ഒരു മഗ്‌രിബായ സമയത്താണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. പിന്നെ നെക്സ്റ്റ് പിന്നെ ദിവസമായി ജുനു പോകേണ്ട ദിവസമായിട്ടൊന്ന്. അപ്പോൾ രാവിലെ എനിക്ക് കുറേ തിരുമ്പാൻ തന്നു. കുറേ തുണിയും കാര്യങ്ങളൊക്കെ. ഇതൊന്നും ഒക്കെ തിരുമ്പി എടുത്തേച്ചുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിന്നാൽ ഒക്കെ എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട് ഒക്കെ തിരുമ്പാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അത്യാവശ്യം നല്ലോണം തിരുമ്പാനുള്ളത് കൊണ്ട് തന്നെ പിന്നെ തിരുമ്പൽ കഴിഞ്ഞിട്ട് പിന്നെ ഒലിമ്പെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നത്. കാരണം അത്രയും അത്യാവശ്യം എനിക്ക് തിരുമ്പൽ കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഞാൻ തിരുമ്പെടുത്തു എന്നുള്ളത് എനിക്ക് തോന്നിയത്. പിന്നെ വൈകിട്ട് ഒരു 10-10:30 ആയ സമയത്ത് ജുനുവിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകും കേട്ടോ. രാത്രിയാണ്. പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിലാണ്. കാരണം ജുനു പറഞ്ഞ് കൊണ്ടാക്കും കാര്യങ്ങളൊന്നും വേണ്ട, പിന്നെ ബസ്സിനാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇസു പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടേക്കാണെന്നുണ്ടെങ്കിലും ഞാനും പോരും, പെരിന്തൽമണ്ണ വരെയാണെന്നുണ്ടെങ്കിലും ഞാൻ പോരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അവിടേക്ക് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. സത്യം പറഞ്ഞാൽ പിന്നെ ജുനു പോകണേൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഇസു കരച്ചിൽ തുടങ്ങിയിരിക്കണം. ആ ഞങ്ങൾ കൊണ്ടാക്കി തിരിച്ചു പോന്നിട്ടും കരയെന്നേന്നു, നിൽക്കാതെ കരയെന്നേന്നു. എനിക്ക് അത് കാണുമ്പോഴാണ് കൂടുതൽ ഓൻ്റെ ഒരു സങ്കടം. പിന്നെ എന്നിട്ട് തലവേദന എടുക്കുക. പിന്നെ എനിക്ക് തലേൻ്റെ ഉള്ളിൽ നല്ല കാരണം കരഞ്ഞ് കണ്ണൊക്കെ ഒരുമാതിരിയായി. ഈ ഒരവസ്ഥയിൽ ഇങ്ങനെ കിടത്താൻ തന്നെയാണ് ഒരു ആഴ്ച വരെ. ഒന്നാമത് എനിക്ക് ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇപ്പം എല്ലാവരും നാട്ടിലാണ്, ഓൻ്റെ മാത്രമുള്ള ഗൾഫിൽ എന്നുള്ളൊരു ചിന്താഗതിയാണ് അവനക്ക്. ഓൻ എപ്പോഴും എന്നോട് പറയും എൻ്റെ പപ്പ മാത്രമുള്ള ഗൾഫിൽ, ബാക്കിയുള്ളവരെല്ലാവരും കൊണ്ടാക്കാൻ. അപ്പോൾ എനിക്ക് ആരുമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. പിന്നെ അതേപോലെ ജുനു എവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും കൂടെ പോകും ചെയ്യും, പറ്റണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും ജുനു. അതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ എനിക്കില്ലാതാവുകയാണെന്നുള്ളൊരു അതുകൊണ്ടാണ് കരയുന്നേന്നു. അന്നത്തെ പിറ്റേ ദിവസം പിന്നെ സ്കൂളിലൊന്നും പോയില്ല. സ്കൂൾ തുറന്ന സമയമായിരുന്നു. പിന്നെ ഒരന്ന് സ്കൂളിലൊന്നും പോയില്ല. എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് സങ്കടം അങ്ങനെ വരുന്നത്? എന്താ പിന്നെ അപ്പം ഞാൻ എന്നെ കൊണ്ടുപോകലില്ലേ? പിന്നെ
സ്കൂട്ടർ ഓട്ടാൻ അതിന് മമ്മക്ക് അങ്ങനെ വിളിക്കൂലല്ലോ. പിന്നെ പപ്പ പോയി അതിന് അത്ര ഇഷ്ടാ പപ്പന്? അമ്മൂച്ചിന് പപ്പനെ ഇഷ്ടല്ലേ? സാരി കേട്ടോ. ഇജ്ജ് കരഞ്ഞാൽ എനിക്ക് സങ്കടം വന്ന് കണ്ട മമ്മക്ക് സങ്കടം വരുള്ളൂ കേട്ടോ. കരയട്ടെ. വേറെന്താ? ഇന്നത്തെ സ്കൂളും പോയി അല്ലേ? ഇന്നത്തെ സ്കൂളിൽ പോയി. എത്രാമത്തെ സ്കൂള്? 3ാമത്തെ സ്കൂളല്ലേ ഇന്ന്? ഇപ്പം ഇന്ന് 3അല്ലേ? തിങ്കളാഴ്ച 4 3 വട്ടം സ്കൂളിൽ പോയി അല്ലേ?